നമസ്കാരം സുഹൃത്തുക്കളെ, ചിയാൻ വിക്രം നായകനായി അഭിനയിച്ച വീരധീര സൂരൻ എന്ന സിനിമയുടെ മൂവി എക്സ്പ്ലനേഷനാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത്. വരൂ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. അതിനു മുമ്പ് നിങ്ങളുടെ ലൈക്ക് പ്രധാനമാണ്. ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ഇടാൻ മറക്കരുതേ. ഒരു നാടിനെ തന്നെ കൺട്രോൾ ചെയ്യാൻ കഴിവുള്ളതും തനിക്കെതിരെ നിൽക്കുന്നവരെ എന്തും ചെയ്യാൻ മടിയുമില്ലാത്ത സമ്പന്നനായ ഗ്യാങ്സ്റ്ററാണ് രവിയും രവിയുടെ മകൻ കണ്ണനും. അന്ന് ആ നാട്ടിൽ വലിയൊരു ഉത്സവം നടക്കുകയായിരുന്നു. രവിയുടെ വീട്ടിൽ ബന്ധുക്കൾ എല്ലാവരും ഒത്തുകൂടിയിരിക്കുകയാണ്. ഈ സമയം ആ വീട്ടുമുറ്റത്തേക്ക് ഒരു സ്ത്രീ തൻ്റെ മകളുമായി കയറി വരികയാണ്. തൻ്റെ ഭർത്താവിനെ കാണാനില്ലെന്നും തൻ്റെ ഭർത്താവിനെ നിങ്ങൾ എന്തെങ്കിലും ചെയ്തിരിക്കുമെന്നും തൻ്റെ ഭർത്താവിനെയും കൊണ്ട് മാത്രമേ ഇവിടുന്ന് താൻ പോവുകയുള്ളൂ എന്നും അവർ ശാഠ്യം പിടിക്കുന്നു. എന്നാൽ രവിയുടെ മകൻ കണ്ണൻ പറയുകയാണ്, നല്ലൊരു ദിവസമായി വീടിന് മുന്നിൽ വന്ന് നിന്ന് അലിമ്പുണ്ടാക്കാതെ പോകാൻ പറയുന്നു. നിങ്ങളുടെ ഭർത്താവിനെ കുറിച്ച് നമുക്ക് ഒന്നും അറിഞ്ഞുകൂടാ എന്നും പറയുന്നു. എന്നാൽ ആ സ്ത്രീ തൻ്റെ ഭർത്താവിനെ ഇവർ എന്തോ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് മണ്ണ് വാരിയിട്ട് ശപിക്കുകയാണ്. ഈ സമയം കണ്ണൻ വന്ന് ഈ സ്ത്രീയെ അവിടെ നിന്നും അടിച്ചോട്ടിക്കുന്നു. എന്നാൽ കഥ അങ്ങ് മാറുകയാണ് കേട്ടോ. ഈ സ്ത്രീയുടെ ഭർത്താവ് ജോലി ആവശ്യമായി ദൂരെ എവിടെയോ പോയിരുന്നു. അതായിരുന്നു സത്യം. തിരിച്ചു വന്നപ്പോഴോ തൻ്റെ ഭാര്യയെ കാണാനില്ല. ഭാര്യ അവസാനമായി പോയ സ്ഥലമോ രവിയുടെ വീടും. അയാൾ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കാൻ എത്തുകയാണ്, തൻ്റെ ഭാര്യയെയും മകളെയും കാണാനില്ല എന്ന് പറഞ്ഞ്. എന്നാൽ ഇത് SP നേരിട്ട് കണ്ട് പറയണമെന്ന് അയാൾ പറയുന്നു. പക്ഷേ SP ആ സമയം അവിടെ ഇല്ലായിരുന്നു. SP അപ്പോൾ തന്നെ അവിടെ എത്തുകയാണ്. എന്നിട്ട് ഈ കാര്യം അറിഞ്ഞ പാടെ തന്നെ ഈ കണ്ണനെയും രവിയെയും എൻകൗണ്ടർ ചെയ്ത് തീർക്കാനുള്ള പ്ലാനുകളൊക്കെ SP കണക്ക് കൂട്ടുകയാണ്. കാരണം ഈ രവിയോടും കണ്ണനോടും ഈ SPക്ക് കടുത്ത ശത്രുതയാണ്. ഇവർ രണ്ടുപേരും ഒരിക്കലുണ്ടാക്കിയ വലിയൊരു ഇഷ്യൂ കാരണം ഈ SP ഡീപ് പ്രൊമോഷനായി ഇൻസ്പെക്ടർ ലെവലിൽ വരെ പോയതാണ്. അവിടെ നിന്ന് കഷ്ടപ്പെട്ടാണ് തിരിച്ച് ഈ SP IPS ലെവലിൽ വരെ തിരിച്ചു കയറി വന്നത്. ഈ വൈരാഗ്യം വച്ചാണ് ഈ രണ്ടു പേരെയും തീർക്കാനുള്ള തീരുമാനം SP എടുക്കുന്നത്. എന്നാൽ ഈ വിവരം രവിയുടെയും കണ്ണന്റെയും ചാരനായ ഏതോ ഒരു ഇൻസ്പെക്ടർ ഇവരുടെ വീട്ടിൽ വിളിച്ച് അറിയിക്കുന്നുണ്ട്. ഇത് കേട്ട് അവർ ആദ്യം വിചാരിക്കുന്നത് കണ്ണനെ മാത്രം എൻകൗണ്ടർ ചെയ്യാനുള്ള പരിപാടിയാണെന്നാണ്. കണ്ണൻ പറയുന്നു ആ SP പഴയ വൈരാഗ്യം വെച്ച് ചെയ്യുന്നതാണ് എന്നും ആ SPയെ ഇല്ലാതാക്കണമെന്നും പറയുന്നു. രവി എന്നാൽ പറയുന്നു കണ്ണന്റെ അടുത്ത് ഇന്നൊരു ദിവസത്തേക്ക് എവിടെയെങ്കിലും മാറി നിൽക്കാൻ പറയുന്നു. അങ്ങനെ രവി കണ്ണനെ നിർബന്ധിച്ച് അവിടെ നിന്ന് മാറി നിൽക്കാൻ പറഞ്ഞതിന് ശേഷം SPയെ നേരിട്ട് കണ്ട് സംസാരിക്കാൻ വേണ്ടി രവി SP ഓഫീസിലെത്തുന്നു. പക്ഷേ ഒരു വിധത്തിലും കോംപ്രമൈസിന് SP തയ്യാറാകുന്നില്ല. ഈ സമയം രവിയുടെ വീട്ടിൽ സെർച്ച് നടക്കുകയാണ്. കാണാതായ സ്ത്രീയുടെ ബോഡിക്ക് പകരം വേറെ ഏതോ ബോഡി അവിടെ നിന്നും പോലീസ് കണ്ടെടുക്കുന്നു. ഇതെല്ലാം പോലീസിന്റെ കളികളായിരുന്നു. കണ്ണനെയും രവിയെയും എൻകൗണ്ടർ ചെയ്യാൻ വേണ്ടിയുള്ള കളികൾ. രവിയുടെ വീട്ടിൽ നടക്കുന്ന ഈ സംഭവമെല്ലാം രവിയുടെ ഭാര്യ SP ഓഫീസിൽ നിന്ന് തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്ന രവിയെ വിളിച്ചറിയിക്കുന്നു. തന്നെയും മകനെയും എന്തായാലും SP എൻകൗണ്ടറിലൂടെ ഇല്ലാതാക്കും. ഇനി രക്ഷപ്പെടാൻ വേറെ മാർഗമൊന്നും ഇല്ല എന്ന് മനസ്സിലാക്കിയ രവി ഒരു കാലത്ത് തന്റെ ഗ്യാങ്ങിലെ അംഗമായിരുന്നതും തന്റെ വീട്ടുകാരിൽ ഒരാളെ പോലെയുമായിരുന്ന കാളിയെ വിളിക്കാൻ തയ്യാറാവുകയാണ്. ഇപ്പോഴാണ് നമ്മുടെ നായകൻ വിക്രത്തിനെ കാണിക്കുന്നത്. വിക്രം ദൂരെ ഒരു സ്ഥലത്ത് പലചരക്ക് കട നടത്തി ജീവിച്ച് പോവുകയാണ്. ഈ പലചരക്ക് കട കാളിയുടെ വീടിനോട് ചേർന്ന് തന്നെയാണ് ഉള്ളതും. കാളിയും കാളിയുടെ ഭാര്യയും ഈ പലചരക്ക് കടയിൽ വച്ച് വിൽക്കേണ്ട സാധനങ്ങൾ സിറ്റിയിൽ നിന്ന് വാങ്ങി ആ കടയുടെ മുന്നിൽ എത്തിയപ്പോൾ ആ കടയുടെ മുന്നിൽ രവിയുടെ കൂട്ടാളി കാളിയെയും കാത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. ഇയാളെ കണ്ടപാടെ തന്നെ കാളിയുടെ ഭാര്യയ്ക്ക് ആളെ മനസ്സിലായി എങ്കിലും വലിയ മൈൻഡ് ഒന്നും വച്ചില്ല കേട്ടോ. അയാൾ കാളിയോട് പറഞ്ഞു രവി അങ്ങുന്ന കാളിയുടെ വീടിന്റെ ടെറസിന്റെ മുകളിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇത് കേട്ട് അതിശയിച്ച കാളി ഉടനെ തന്നെ അയാളെ കാണാൻ വേണ്ടി ടെറസിന്റെ മുകളിലേക്ക് എത്തുന്നു. കാളിയെ കണ്ട പാടെ തന്നെ രവി വളരെ വൈകാരികമായാണ് പെരുമാറുന്നത്. എന്നിട്ട് നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നു. SP നമ്മളെ എൻകൗണ്ടർ ചെയ്യും. അത് നടക്കാതിരിക്കാൻ ഒരൊറ്റ വഴി മാത്രമേ ഉള്ളൂ. നമ്മളെ എൻകൗണ്ടർ ചെയ്യുന്നതിന് മുമ്പ് SPയെ ഇല്ലാതാക്കണം. അതിന് കഴിവുള്ള ഒരാൾ നീ മാത്രമേ ഉള്ളൂ. എന്നാൽ കാളി അതിന് വിസമ്മതിക്കുകയാണ്. കാരണം കാളി ഒരുപാട് പാപങ്ങൾ മുൻപ് ചെയ്തിട്ടുണ്ട് എന്നും താൻ ചെയ്ത പാപത്തിന്റെ ബലം തൻ്റെ മക്കൾക്കൊന്നും കിട്ടാതെ തനിക്ക് മാത്രമേ കിട്ടാവൂ എന്നാണ് ഞാൻ
ഞാനിപ്പോൾ ദൈവത്തിനോട് പോലും പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് താൻ ഈ കാര്യം ചെയ്യില്ല എന്ന് കാളി പറയുന്നു. ഈ സമയം കാളിയുടെ മകൻ ടെറസിന് മുകളിലേക്ക് വരികയാണ്. ചായയാണോ കാപ്പിയാണോ കുടിക്കാൻ വേണ്ടതെന്ന് ചോദിക്കാൻ വേണ്ടിയാണ് അവൻ വരുന്നത്. അപ്പോൾ രവി അവൻ്റെ പേര് ചോദിക്കുന്നു. പേര് ദിലീപ് ആണെന്ന് പറയുന്നു. ഇത് കേട്ട് രവി ഒരു നിമിഷം നിശബ്ദനാകുന്നു. ഈ ദിലീപ് എന്ന പേരിൽ ഒരു ചെറിയ ഫ്ലാഷ് ബാക്ക് ഒക്കെ ഉണ്ട് കേട്ടോ, അത് വഴിയെ പറയാം. കാളിയുടെ മകൻ അവിടെ നിന്ന് പോയതിനു ശേഷം ഈ രവി കാളിയുടെ കാല് പിടിച്ചു വരെ അപേക്ഷിക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും തങ്ങളുടെ കുടുംബത്തിനെ രക്ഷപ്പെടുത്തി തരണമെന്നും തൻ്റെ മോനെയെങ്കിലും ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തണമെന്നും പറയുന്നു. ഈ രംഗം കാളിയുടെ ഭാര്യ ചായ കൊണ്ടുവരുമ്പോൾ കാണുന്നുണ്ട്. അവസാനം ഗത്യന്തരമില്ലാതെ കാളി രവി പറഞ്ഞതുപോലെ തന്നെ SPയെ ഇല്ലാതാക്കി കൊടുക്കാമെന്ന് സമ്മതം മൂളുന്നു. രവി പോയതിനു ശേഷം കാളിയുടെ ഭാര്യ പറയുന്നു, അയാൾ കാല് പിടിക്കും, കരയും, പല കളികളും കളിക്കും, ഒരിക്കലും വിശ്വസിക്കരുത് എന്ന്. എന്നാൽ കാളിക്ക് വേറെ നിവൃത്തി ഉണ്ടായിരുന്നില്ല. കളത്തിൽ ഇറങ്ങിയേ പറ്റുള്ളൂ എന്നുള്ള ഒരു അവസ്ഥയാണ് കാളിയുടേത്. അയാൾ അപേക്ഷിക്കുക മാത്രമല്ല ചെയ്തിരുന്നത്, തൻ്റെ കുടുംബത്തിനെയും ഇല്ലാതാക്കി കളയും എന്ന രീതിയിലുള്ള ഒരുതരം വിരട്ടലും ഉണ്ടായിരുന്നു ആ അപേക്ഷയുടെ ഭാഷയിൽ. കാളി രവിയുടെ പറയുന്നുണ്ട്, SPയെ നേരിട്ട് കൊല്ലുന്നത് റിസ്ക് ആണ്. പകരം ഈ രവിയുടെ വീട്ടിൽ കുറച്ച് കുഴിബോംബൊക്കെ ഉണ്ട്. ഈ ബോംബ് കാളിക്ക് കൊടുക്കാൻ പറയുന്നു. ഈ കുഴിബോംബ് ഉപയോഗിച്ച് SPയെ കൊല്ലാൻ വേണ്ടി അവർ പ്ലാൻ ചെയ്യുന്നു. എന്നാൽ ഈ കുഴിബോംബ് കുഴിച്ചിടുന്ന സ്ഥലത്തു കൂടെ കാർ ഓടുന്നില്ല. പകരം കാർ ജസ്റ്റ് മിസ്സായി SP രക്ഷപ്പെടുകയും ചെയ്യുന്നു. ഈ കാര്യം അറിയുന്ന രവി കാളിയെ വിളിച്ചിട്ട് പറയുന്നു, നിന്നെയല്ലേ ഞാനൊരു കാര്യം ഏൽപ്പിച്ചത്, എന്താണ് ഏൽപ്പിച്ച കാര്യം കൃത്യമായി ചെയ്യാത്തതെന്ന്. മിസ്സായി പോയി എന്ന് കാളി പറയുന്നു. ഉടനെ തന്നെ രവിയുടെ കയ്യിൽ നിന്നും രവിയുടെ മകനായ കണ്ണൻ ഫോൺ വാങ്ങിച്ചിട്ട് കാളിയോട് പറയുന്നു, ഈ ഉത്സവ രാത്രി തീരുന്നതിന് മുമ്പ് നീ SPയെ തീർത്തില്ല എന്നുണ്ടെങ്കിൽ നിന്റെ ഭാര്യയെയും 2 മക്കളെയും അടക്കം നിന്റെ കുടുംബത്തിനെ ഇല്ലാതാക്കുമെന്ന് കണ്ണൻ കാളിയെ ഭീഷണിപ്പെടുത്തുന്നു. ഇത് കേട്ട കാളി തൻ്റെ കുടുംബം സേഫാണോ എന്ന് നോക്കാൻ തീരുമാനിക്കുന്നു. കാളിയുടെ കുടുംബവും ഉത്സവം നടക്കുന്ന ഉത്സവപ്പറമ്പിൽ ഉത്സവം കാണാൻ വന്നിട്ടുണ്ട്. കാളി അവിടെ വന്ന് നോക്കുമ്പോൾ കാളിയുടെ കുടുംബത്തിനെ ഫോളോ ചെയ്ത് ഈ രവിയുടെ ഗുണ്ടകൾ കൂടെ തന്നെ ഉള്ള കാര്യം കാളിക്ക് മനസ്സിലാകുന്നു. സത്യത്തിൽ കാളിയുടെ ഭാര്യ വിചാരിച്ചിരിക്കുന്നത് കാളി SPയെ കൊല്ലാൻ പോകില്ല എന്നാണ്. പക്ഷേ നിവൃത്തിയില്ലാതെ കാളി ആ കാര്യത്തിന് ഇറങ്ങി തിരിച്ചിരിക്കുന്ന കാര്യം കാളിയുടെ ഭാര്യ അറിഞ്ഞിട്ട് ഇല്ലതാനും. തൻ്റെ കുടുംബത്തിന് ഒന്നും വരാതിരിക്കാൻ വേണ്ടി കാളി രണ്ടാമതും SPയെ തീർക്കാൻ വേണ്ടി ഇറങ്ങി തിരിക്കുകയാണ്. ഇപ്രാവശ്യം SPയുടെ വീട്ടിൽ ചെന്ന് ഇല്ലാതാക്കാമെന്നാണ് കാളിയുടെ പ്ലാൻ. എന്നാൽ SPയുടെ വീടിന് അടുത്തെത്തിയ കാളിക്ക് ഒരു കാര്യം മനസ്സിലാകുന്നു. ആ വീട് മുഴുവൻ പോലീസ് സെക്യൂരിറ്റിയാൽ നിറഞ്ഞിരിക്കുകയാണ്. അവിടെ വെച്ച് ഒന്നും നടക്കില്ല എന്നുള്ള കാര്യം കാളിക്ക് മനസ്സിലാകുന്നു. അങ്ങനെ ആ പ്ലാനും കാളി ഉപേക്ഷിക്കുകയാണ്. ഇങ്ങനെ ഓരോ പ്രാവശ്യവും SPയെ ഇല്ലാതാക്കാൻ പ്ലാൻ ചെയ്യുമ്പോഴെല്ലാം കാളിയുടെ കൂടെ ഒരു സഹായിയുണ്ട്, രവിയുടെ കൂട്ടാളിയായ വെങ്കിട്ട്. ഈ വെങ്കിട്ടിനെ ഒറ്റയ്ക്ക് നിർത്തിയിട്ട് ദാ വരുന്നു എന്ന് പറഞ്ഞ് കാളി ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്. എവിടെയാണ് പോകുന്നു എന്ന് ചോദിച്ചപ്പോൾ വണ്ടിയിലിരിക്കുന്ന കുഴിബോംബുണ്ടല്ലോ അത് മാറ്റി വെച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് കാളി അവിടെ നിന്ന് പോകുന്നു. കാളി നേരെ പോകുന്നത് വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന SPയെ കാണാനായിരുന്നു. SP വരുന്ന വഴിക്ക് കാളി മുഖത്തൊരു തോർത്തൊക്കെ ഇട്ട് കാത്തു നിൽക്കുകയായിരുന്നു. വണ്ടിയിൽ വരികയായിരുന്ന SP റോഡിന്റെ നടുക്ക് നിൽക്കുന്ന കാളിയെ കണ്ട് ഡ്രൈവറിന്റെ അടുത്ത് വണ്ടി നിർത്താൻ പറയുന്നു. കാളി ആരാണ്, കാളി ഏത് തരത്തിൽ ഡേഞ്ചർ ആയിരുന്ന ഒരു വ്യക്തിയാണ്, കാളിയുടെ ബാക്ക്ഗ്രൗണ്ട് എന്ത് എല്ലാം SPക്ക് അറിയാം. ഉടനെ തന്നെ കാളി ആ SPയുടെ വണ്ടിയുടെ അടുത്ത് വന്നിട്ട് പറയുന്നു, നോക്കൂ SP, എനിക്ക് രവി അങ്ങുന്ന ഒരു ജോലി തന്നിട്ടുണ്ട്. എനിക്ക് ആ ജോലി ചെയ്യാൻ ഒരു ഇഷ്ടവുമില്ല. എനിക്ക് എൻ്റെ കുടുംബമാണ് വലുത്. എന്നെ കൊണ്ട് ആ ജോലി ചെയ്യിപ്പിക്കരുത് എന്ന് അങ്ങും ഇങ്ങും തൊടാതെ SPക്ക് ഒരു വാണിംഗ് പോലെ കൊടുക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസിൽ ഉയർന്ന റാങ്കിങ്ങിൽ ഇരിക്കുന്ന ഒരാളെ കൊന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഭവിഷ്യത്ത് എന്താണെന്ന് കാളിക്ക് നന്നായിട്ട് അറിയാം. അത് വരാതിരിക്കാൻ വേണ്ടിയാണ് കാളി SPയുടെ അടുത്ത് ചെന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞ് കാര്യം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ SP വീണ്ടും വീണ്ടും ചോദിക്കുന്നു, നിനക്ക് തന്ന ജോലി എന്താണ് എന്ന്. അവസാനം SPക്ക് കാര്യം മനസ്സിലാകുന്നു. കാളിയെ വച്ച് തന്നെ രവിയെയും കണ്ണനെയും ഇല്ലാതാക്കാൻ SPയും പ്ലാൻ ചെയ്യുന്നു. കണ്ണനും രവിയും ഒളിച്ചിരിക്കുന്ന സ്ഥലം കാണിച്ചു കൊടുക്കാൻ കാളിയുടെ അടുത്ത് പറയുന്നു. ഇല്ലെങ്കിൽ കാളിയുടെ കുടുംബത്തിനെ SP ഇല്ലാതാക്കുമെന്ന് വിരട്ടുന്നു. സത്യത്തിൽ കാളിയുടെ അവസ്ഥ ചെകുത്താന്റെയും നടുക്കടലിന്റെയും ഇടയ്ക്കായി എന്നുള്ള രീതിയിലാണ്. സിനിമ ഉടനെ തന്നെ ഫ്ലാഷ് ബാക്കിലോട്ട് പോവുകയാണ്. ഈ കാളി ആരായിരുന്നു, ഈ SPയും രവിയുടെ കുടുംബവുമായിട്ടുള്ള ശത്രുതയുടെ കാരണമെന്ത് എന്നൊക്കെയാണ് ഫ്ലാഷ് ബാക്കിൽ കാണിച്ചു തുടങ്ങുന്നത്. ഫ്ലാഷ് ബാക്കിൽ ആദ്യം കാണിച്ചു തുടങ്ങുന്നത് കാളിയുടെയും നായികയുടെയും കല്യാണമാണ്. ഈ കല്യാണത്തിന്റെ പുലർച്ചെ തന്നെ കാളിയുടെ ഉറ്റ സുഹൃത്തായ ദിലീപിനെ
ഒരു SIയുമായി ഉണ്ടായ തർക്കത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യുകയും പോലീസ് മർദ്ദനത്തിൽ ഈ ദിലീപ് മരിച്ചു പോവുകയും ചെയ്യുന്നു. പക്ഷേ സിനിമയിൽ ഒരിടത്ത് പോലും ഈ ദിലീപ് എന്ന് പറയുന്ന വ്യക്തിയെ കാണിക്കുന്നില്ല കേട്ടോ. സിനിമയുടെ തുടക്കത്തിൽ കാളിയുടെ മകന്റെ പേര് ദിലീപ് എന്ന് പറയുന്നില്ലേ? ഈ മരിച്ചുപോയ ദിലീപിന്റെ ഓർമ്മയ്ക്കാണ് കാളി മകന് ആ പേരിട്ടിരിക്കുന്നത്. ഈ ദിലീപ് പോലീസ് മർദ്ദനത്തിൽ കൊല്ലപ്പെട്ട കാര്യം രവിക്കും രവിയുടെ മകൻ കണ്ണനും അറിയാം. പക്ഷേ അവർ ഇത് കാളിയിൽ നിന്ന് മറച്ചു വയ്ക്കുന്നു. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വെച്ച് അവർക്ക് കുറച്ച് മുതലെടുക്കാനുണ്ടായിരുന്നു. ദിലീപിനെ അടിച്ചു കൊന്ന ആ പോലീസ് SI ആ സിറ്റിയെ തന്നെ നിയന്ത്രിക്കുന്ന വലിയ ഒരാളുടെ മരുമകനായിരുന്നു. ഈ മരണവിവരം പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ ആ SIയുടെ അമ്മാവൻ്റെയും കാര്യം വളരെ പരുങ്ങല്ലാം. അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി SPയെ ഇടനിലക്കാരനാക്കി ആ SIയുടെ അമ്മായിയപ്പൻ ഒത്തുതീർപ്പിന് ശ്രമിക്കുന്നു. എന്നാൽ രവിയും കണ്ണനും ഇടയിൽ നിന്ന് ഗെയിം കളിക്കുകയാണ്. ഇവർ രണ്ടുപേരുടെയും ലക്ഷ്യം വേറെ എന്തോ ആണെന്ന് മനസ്സിലാക്കിയ ആ SP കാര്യം എല്ലാം നേരിട്ട് കാളിയുടെ പറയുകയാണ്. ദിലീപ് കൊല്ലപ്പെട്ടു പോയി എന്നുള്ളതെല്ലാം. ദേഷ്യം കയറിയ കാളി ദിലീപിനെ കൊന്ന ആ SIയുടെ വീട്ടിൽ നേരിട്ടെത്തുകയാണ്. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും കൊന്നതിന് ശേഷം ആ SIയുടെ നെറ്റിയിൽ തോക്ക് വെച്ചിട്ട് ഞാൻ സറണ്ടർ ആവാൻ പോകുന്നു എന്ന് പറഞ്ഞ് തിരിച്ചു പോകുന്നു. ഉടനെ തന്നെ ആ SI തൻ്റെ അമ്മായിയപ്പനെ വിളിച്ച് കാര്യം പറയുന്നു. തൻ്റെ വീട് വരെ ചവിട്ടിപ്പൊളിച്ച് അകത്ത് കയറി വന്നിട്ട് കാളി നെറ്റിയിൽ തോക്ക് വെച്ചതിന് ശേഷം താൻ സറണ്ടർ ആവാൻ പോകുന്നു എന്ന് പറഞ്ഞ് തിരിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ള കാര്യം അയാൾ അമ്മാവനെ വിളിച്ച് അറിയിക്കുന്നു. ഒരു സിറ്റിയെ തന്നെ നിയന്ത്രിക്കാൻ കഴിവുള്ള ആ SIയുടെ അമ്മാവൻ കാളി പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ടുണ്ട് എന്നറിഞ്ഞപ്പോൾ അവിടെ വെച്ച് കാളിയെ തീർക്കാൻ വേണ്ടി അയാൾ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നു. കാളിയാണെങ്കിൽ പോലീസ് സ്റ്റേഷന്റെ ഫ്രണ്ടിൽ വന്നിട്ട് താൻ ഉടുത്തിരുന്ന എല്ലാ ഡ്രസ്സും അഴിച്ചു കളയുന്നു. വെറും ട്രൗസർ മാത്രമിട്ട് കയ്യിൽ ഒരു വെള്ള സഞ്ചിയുമായി കാളി സ്റ്റേഷനിൽ സറണ്ടർ ആകുന്നു. കയ്യിലിരുന്ന സഞ്ചി അകത്തുണ്ടായിരുന്ന ഒരു പോലീസുകാരൻ കയ്യിൽ വാങ്ങിക്കുന്നു. കാളി നേരെ SPയുടെ ഓഫീസ് റൂമിലേക്ക് പോകുന്നു. അവിടെ ആ SIയുടെ അമ്മാവനും കസേരയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. കാളി അകത്തോട്ട് വന്നപ്പോൾ ഒരു മഞ്ഞ സഞ്ചി ഉണ്ടായിരുന്നല്ലോ. ആ സഞ്ചി കയ്യിൽ പിടിച്ചിരുന്ന പോലീസുകാരൻ്റെ അടുത്ത് SP ചോദിക്കുന്നു ആ സഞ്ചിയിൽ എന്താണ് എന്ന്. ഉടനെ തന്നെ ആ പോലീസുകാരൻ SPയുടെ മേശപ്പുറത്ത് ആ സഞ്ചിയിലുണ്ടായിരുന്ന സാധനങ്ങൾ പുറത്തെടുത്ത് ഇടുകയാണ്. എന്തോ മടക്കിയും തിരിച്ചു വയ്ക്കുന്ന എന്തോ ഒരു സാധനം. പക്ഷെ കണ്ടാലൊന്നും മനസ്സിലാവുകയുമില്ല. ഈ സമയം ആ SIയുടെ അമ്മായിയപ്പൻ കാളിയുടെ അടുത്ത് പറയുകയാണ്, എൻ്റെ മരുമോൻ്റെ വീട്ടിൽ കയറി അവൻ്റെ ദേഹത്ത് കൈവച്ചാൽ ചോദിക്കാനും പറയാനും ഞാനുണ്ട് എന്നുള്ള കാര്യം നിനക്കറിയാമോ എന്ന്. നിന്നെ വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ? ഉടനെ തന്നെ കാളി SPയുടെ മേശപ്പുറത്ത് ചാടിക്കയറുന്നു. മഞ്ഞ സഞ്ചിയിൽ നിന്നും തട്ടി പുറത്തിട്ടിരുന്നില്ലേ ആ സാധനങ്ങളെല്ലാം കാളി നിമിഷ നേരം കൊണ്ട് ജോയിൻ ചെയ്യുന്നു. അതൊരു തോക്കായിരുന്നു. ആ തോക്ക് വെച്ച് ആ SIയുടെ അമ്മാവന്റെ നെറ്റിയിൽ വെടിവെച്ചിട്ട് ചോദിക്കുന്നു, നിനക്ക് വല്ലതും പറ്റിയാൽ ചോദിക്കാൻ ഇനി ആരുണ്ട് എന്ന്. ഇതിനുശേഷം കാളി SPയുടെ നേർക്കും തോക്ക് ചൂണ്ടുന്നു. കാളിയുടെ അടുത്ത് SP ഉടനെ പറയുന്നു, ഈ മരണം നടന്നതിൽ എനിക്ക് ഒരു പങ്കുമില്ല. ഈ കേസ് ഒത്തുതീർപ്പാക്കാൻ വന്ന വെറും ഒരു ഇടനിലക്കാരൻ മാത്രമാണ് ഞാൻ. ദിലീപിന്റെ മരണം നടന്നു എന്നുള്ള കാര്യം രവിക്കും കണ്ണനും രാവിലെ തന്നെ അറിയാമായിരുന്നു. അവർ നിന്റെ അടുത്ത് ഒന്നും തുറന്നു പറയാതിരുന്നത് നിനക്ക് ദേഷ്യം കയറി ഈ ആളെ കൊല്ലാൻ വേണ്ടിയായിരുന്നു അവരുടെ പ്ലാനിങ്. ഇയാൾ മരിച്ചു കഴിഞ്ഞാൽ ഈ സിറ്റിയിലെ വലിയ ഗ്യാങ്സ്റ്റർ എന്നറിയപ്പെടുന്നത് രവിയും കണ്ണനും മാത്രമായിരിക്കും. അതിനുവേണ്ടി അവർ കളിച്ച ഒരു വലിയ ഗെയിം മാത്രമായിരുന്നു ഇത്. കാര്യം മനസ്സിലാക്കിയ കാളി തൻ്റെ കൂട്ടുകാരനായ ദിലീപിനെ കൊന്ന ആ SIയെയും വെടിവെച്ച് കൊന്നിട്ട് അവിടെ നിന്ന് പോകുന്നു. ഇങ്ങനെ സ്റ്റേഷനിൽ 2 കൊലപാതകം നടന്നതുകൊണ്ട് SPക്ക് പ്രൊമോഷൻ കിട്ടുകയും വളരെ താഴെ തട്ടിലേക്ക് പോവുകയും അവിടെ നിന്ന് കഷ്ടപ്പെട്ട് തിരിച്ച് വീണ്ടും SP ആയി എത്തുകയും ഈ വൈരാഗ്യം വീട്ടാൻ വേണ്ടിയാണ് കണ്ണനെയും രവിയെയും എൻകൗണ്ടർ ചെയ്യാൻ SP തയ്യാറാകുന്നത്. സിനിമ വീണ്ടും പ്രസന്റിലേക്ക് വരികയാണ്. തൻ്റെ കുടുംബത്തിനെ രക്ഷിക്കാൻ വേണ്ടി ഗത്യന്തരമില്ലാതെ കാളി കണ്ണൻ ഒളിച്ചിരിക്കുന്ന സ്ഥലം കാണിച്ചു കൊടുക്കുന്നു. കണ്ണൻ ഒളിച്ചിരിക്കുന്നത് വേറൊരിടത്തുമല്ല, ഉത്സവം നടക്കുന്ന സ്റ്റേജിന്റെ അടിത്തട്ടിലാണ് ഒളിച്ചിരിക്കുന്നത്. അങ്ങനെ കണ്ണനെ SP പിടികൂടുകയാണ്. പിടികൂടി കെട്ടിയിടുകയും ചെയ്യുന്നു. കാര്യം കഴിഞ്ഞല്ലോ, ഇനി ഞാൻ പൊയ്ക്കോട്ടെ എന്ന് കാളി SPയുടെ അടുത്ത് ചോദിക്കുന്നു. പക്ഷേ SP വിടാൻ തയ്യാറാകുന്നില്ല. രവിയെ കൂടെ കണ്ടുപിടിച്ച് തരാൻ കാളിയുടെ അടുത്ത് SP പറയുന്നു. കണ്ണനെ മാത്രം എൻകൗണ്ടർ ചെയ്തു കഴിഞ്ഞാൽ വെളുക്കുമ്പോൾ രവി കോടതിയിൽ ഹാജരായി രക്ഷപ്പെടും. അങ്ങനെ രവിയെ രക്ഷപ്പെടാൻ വിട്ടുകൂടാ. രണ്ടുപേരെയും ഒരുമിച്ച് എൻകൗണ്ടർ ചെയ്യാനാണ് SPയുടെ തീരുമാനം. കാളി ഇപ്പോഴും രവിയുടെ ആളാണെന്നാണ് കണ്ണൻ്റെ വിചാരം. അതുകൊണ്ട് കാളിയെ കണ്ണൻ്റെ കൂടെ കൊണ്ട് കെട്ടിയിടുകയാണ്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രവി എവിടെയാണ് ഒളിച്ചിരിക്കുന്നത് എന്ന് തഞ്ചത്തിൽ ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയാണ് SP അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ കാളിയെ കണ്ണൻ്റെ കൂടെ കൊണ്ട് കെട്ടിയിടുന്നു, രവി എവിടെയാണെന്ന് അറിയാൻ വേണ്ടി. എന്നാൽ കുറച്ച് കഴിയുമ്പോഴോ കഥ അങ്ങ് മാറുകയാണ് കേട്ടോ. രവിയുടെ ആൾക്കാർ ആ സ്റ്റേജ് മൊത്തം വളയുകയാണ്. അതിനുശേഷം അവിടെ മൊത്തം വെടിയൊച്ചയും അലർച്ചയുമാണ് ഈ അകത്ത് കിടക്കുന്ന കാളിയും കണ്ണനുമൊക്കെ കേൾക്കുന്നത്. പുറത്തുണ്ടായ
പുറത്തുണ്ടായിരുന്ന എല്ലാ പോലീസുകാരെയും ഈ ഗുണ്ടാ സംഘം വെടിവെച്ചും അടിച്ചും ഓട്ടിക്കുകയാണ്. SP-ക്കും ഇതിനിടയിൽ നല്ല രീതിയിൽ വെടികൊള്ളുന്നു. SP ഇരുട്ടുള്ള ഒരു സ്ഥലത്തേക്ക് ഒളിക്കുകയാണ്. കണ്ണനെയും കാളിയെയും കെട്ടിയിട്ടിരുന്ന എല്ലാവരെയും ഇങ്ങനെ വന്ന ഗുണ്ടകൾ എല്ലാവരും കൂടെ ചേർന്ന് രക്ഷപ്പെടുത്തുകയാണ്. അതിനുശേഷം അവർ പുറത്തിറങ്ങി SP-യെ അന്വേഷിക്കുകയാണ്. SP-യെ രക്ഷിക്കാൻ കാളി നല്ല രീതിയിൽ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവസാനം കണ്ണൻ SP-യെ കണ്ടെത്തുന്നു. പക്ഷെ കൊല്ലാൻ തയ്യാറാകുന്നില്ല. വെടിയേറ്റ് രക്തം വാർന്ന SP-യെയും കാറിൽ കയറ്റി അവർ യാത്ര തുടങ്ങുകയാണ്. ഇങ്ങനെ യാത്ര തുടരുന്നതിനിടയിൽ കാളിയുടെ മൊബൈലിലേക്ക് രവിയുടെ കോൾ വരികയാണ്. എന്തായിരുന്നാലും SP-യെ കിട്ടിയല്ലോ, ഇനി കാളിയുടെ ആവശ്യമില്ല. കാളിയുടെ അടുത്ത് പോകാൻ പറയുന്നു. കാളി വണ്ടി നിർത്താൻ പറയുന്നു. പക്ഷേ കണ്ണന് മനസ്സിൽ ചില സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണൻ എവിടെയാണ് ഒളിച്ചിരുന്നത് എന്നുള്ള കാര്യം ഈ കാളിയാണ് പോലീസിന് ചൂണ്ടിക്കൊടുത്തത് എന്നുള്ള കാര്യത്തിൽ വണ്ടി നിർത്തി അവർ കാളിയുടെ മൊബൈൽ ഫോൺ ചെക്ക് ചെയ്യുന്നു. ചെക്ക് ചെയ്യുമ്പോൾ കാര്യം മനസ്സിലാകുന്നു. കാളി തന്നെയാണ് തന്നെ ഒറ്റിയതെന്ന്. അങ്ങനെ കാളിയെ കൊല്ലാൻ അവർ തീരുമാനിക്കുന്നു. കാളിയെ അവർ വളഞ്ഞിട്ട് കൊല്ലാൻ ശ്രമിക്കുന്നു. ആളെണ്ണത്തിൽ കണ്ണന്റെ ആൾക്കാരാണ് കൂടുതൽ ഉണ്ടായിരുന്നതെങ്കിലും അടികൂടുവാൻ ശക്തി മാത്രമല്ല വേണ്ടത്, ബുദ്ധിയും ഉപയോഗിക്കണമെന്നുള്ള കാര്യം അവർക്ക് അറിഞ്ഞുകൂടെയായിരുന്നു. അതിവിദഗ്ധമായി തന്നെ കണ്ണനെ കാളി കൊല്ലുന്നു. ഇതിനുശേഷം തോക്കുപയോഗിച്ച് കണ്ണന്റെ കൂടെ ഉണ്ടായിരുന്നവരെ എല്ലാം പിന്തുടർന്ന് കാളി വകവരുത്തുന്നുണ്ട്. ഇതിനുശേഷം കാളി നേരെ വീട്ടിൽ വരുന്നുണ്ട്. കാളി വീട്ടിൽ വന്നപ്പോൾ കാളിയുടെ ദേഹത്തുള്ള രക്തം കണ്ട് കാളിയുടെ ഭാര്യ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ അവിടെ വീണ്ടും ട്വിസ്റ്റ് നടക്കുകയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാളി SP-യെ തീർക്കാൻ വേണ്ടി പോയ സമയത്ത് കാളിയെ സഹായിക്കാൻ വേണ്ടി വെങ്കിട്ട് എന്ന് പറയുന്ന ഒരു പയ്യൻ കാളിയുടെ കൂടെ ഉണ്ടായിരുന്നല്ലോ. ഇത് രവിയുടെ ആളാണ്. ഈ വെങ്കിട്ട് കാളിയുടെ ബാത്റൂമിന്റെ അകത്ത് അപ്പോൾ ഉണ്ടായിരുന്നു. കാളിയും ഭാര്യയും സംസാരിക്കുന്നതെല്ലാം കാളിയുടെ ബാത്റൂമിലിരുന്ന് വെങ്കിട്ട് കേൾക്കുന്നുണ്ടായിരുന്നു. പുറത്തിറങ്ങിയ വെങ്കിട്ടിന്റെ അടുത്ത് കാളി ചോദിക്കുന്നു, നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം നീ അകത്തിരുന്ന് കേട്ടോ എന്ന് ചോദിക്കുന്നു. അതെ എന്ന് പറഞ്ഞിട്ട് വെങ്കിട്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. പുറകെ ഫോളോ ചെയ്ത് വെങ്കിട്ടിനെ കാളി കൊല്ലാൻ ശ്രമിക്കുന്നുണ്ട് എങ്കിലും കാളിക്ക് അതിന് തോന്നുന്നില്ല. പക്ഷേ വെങ്കിട്ടിന് കടുത്ത ജന്നി വരികയാണ്. ഈ ജന്നിയിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി എന്തെങ്കിലും എടുക്കാൻ വേണ്ടി നേരെ വീട്ടിലേക്ക് പോയ കാളിയോ അവിടെ കാണുന്നതോ വലിയൊരു ട്വിസ്റ്റ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ SP-യുടെ എൻകൗണ്ടറിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി രവിയും കുടുംബവും കാളിയുടെ വീട്ടിൽ വന്നിരിക്കുകയാണ്. ഇത് കണ്ട കാളിയും കാളിയുടെ ഭാര്യയും ഭയപ്പെടുകയാണ്. വന്നവർ ചോദിക്കുന്നത് വെങ്കിട്ട് എവിടെ എന്നാണ്. വെങ്കിട്ട് എവിടെ, കണ്ണൻ എവിടെ എന്നൊക്കെയാണ്. കാളിയുടെയും ഭാര്യയുടെയും പെരുമാറ്റത്തിൽ ഇവർക്ക് വലിയ സംശയം തോന്നുന്നു. അവസാനം കാളിയെ അവർ അടിക്കാൻ തുടങ്ങുകയാണ്. പെട്ടെന്ന് തന്നെ രവിയുടെ കണ്ണിൽ ഒരു കാഴ്ച കാണുകയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണന്റെ കാറ് രവിയുടെ വീടിനടുത്ത് കിടക്കുന്നു. ഓടിച്ചെന്ന് അത് തുറന്നു നോക്കിയപ്പോഴോ കാറിനകത്ത് കണ്ണനല്ല, പകരം വെടികൊണ്ട് അവശനായി കിടക്കുന്ന SP-യാണ് കാണുന്നത്. ആ അവശ നിലയിൽ കിടന്നുകൊണ്ട് SP രവിയുടെ അടുത്ത് പറയുകയാണ്, നീ എന്നെ കൊല്ലാൻ വേണ്ടി കാളിയെ അയച്ചു. ആ കാളി തന്നെ നിന്റെ മകൻ കണ്ണനെ കൊന്നു. ഞാൻ എൻ്റെ 2 കണ്ണും കൊണ്ട് കണ്ടതാണ്. ഇത് കേട്ട് വേവിളവിയ രവി SP-യെ അവിടെ വെച്ച് തന്നെ വെടിവെച്ച് കൊല്ലുകയാണ്. കണ്ണനെ കൊന്നത് കാളിയാണെന്ന് മനസ്സിലാക്കിയ രവി തൻ്റെ ആൾക്കാരെല്ലാ പേരും കൂടെ ചേർന്ന് കാളിയെ അടിച്ച് കൊല്ലാൻ ശ്രമിക്കുകയാണ്. എണ്ണത്തിൽ കൂടുതൽ രവിയുടെ ആൾക്കാരായതുകൊണ്ട് കാളി കുറച്ചൊക്കെ പ്രതിരോധിച്ചെങ്കിലും കാളിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. കാളിയെ അടിച്ച് അവർ അവശനാക്കുകയാണ്. ഇങ്ങനെ അവശനായി കിടക്കുന്ന കാളി രവിയുടെ അടുത്ത് പറയുന്നു, നടന്നതൊക്കെ നടന്നു, ഞാൻ ക്ഷമിച്ചിരിക്കുന്നു, ഇപ്പോഴും സമയമുണ്ട്, എന്നെയും എൻ്റെ കുടുംബത്തിനെയും വിട്ട് ദൂരെ എവിടെയെങ്കിലും ദയവ് ചെയ്ത് പെക്കോ എന്ന് കാളി പറയുന്നു. എന്നാൽ ഇതൊന്നും കേൾക്കാൻ രവി തയ്യാറാകുന്നില്ല. എൻ്റെ മകനെ നീ കൊന്നു, അവൻ്റെ ശവമെങ്കിലും നീ എനിക്ക് കാണിച്ചു താ എന്ന് പറഞ്ഞ് രവിയെ പിന്നെയും എടുത്തിട്ട് അടിക്കുകയാണ്. അടി കൊള്ളുന്നതിനിടയിൽ കാളി പറയുന്നു കാണിച്ചു തരാമെന്ന്. അപ്പോൾ അവരെല്ലാവരും അടി നിർത്തുകയാണ്. കാളി പതുക്കെ പതുക്കെ നടന്ന് ഒട്ടും വയ്യാതെ ശകലം ദൂരെ മാറിയിരിക്കുകയാണ്. ഈ മാറിയിരുന്ന സ്ഥലത്തേക്ക് കാളിയെ അടിച്ച എല്ലാവരും കൂടി നിൽക്കുന്നു. കാളി കൈ ചൂണ്ടി ഒരു മൂടിയിട്ടിരിക്കുന്ന വണ്ടി കാണിച്ചു കൊടുക്കുകയാണ്. ആ വണ്ടിയുടെ അടുത്തേക്ക് രവിയും രവിയുടെ ഗുണ്ടാ സംഘങ്ങൾ എല്ലാവരും പെട്ടെന്ന് അവിടെ വട്ടം കൂടി നിന്നിട്ട് ആ മൂടിയിട്ടിരുന്ന മൂടി മാറ്റുകയാണ്. അപ്പോൾ ആ വണ്ടിക്കകത്ത് ഒരു റങ്ക് പെട്ടി ഇരിക്കുന്നത് അവർക്ക് കാണാൻ കഴിയുന്നു. അത് തുറന്നു നോക്കുമ്പോഴോ അതിനകത്തുണ്ടായിരുന്നത് കണ്ണന്റെ ബോഡി ആയിരുന്നില്ല, പകരം കുറേ കുഴിബോംബായിരുന്നു. ഈ ബോംബിന്റെ എല്ലാം ലോക്കുമായി ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു കമ്പി പുറത്തേക്ക് നീണ്ടുപോയിരുന്നു. ആ നീണ്ട ഭാഗം ചെന്ന് നിന്നിരുന്നതോ ഈ കാളിയുടെ കാലിന്റെ അഗ്രത്തിലായിരുന്നു. കാളി പതുക്കെ പതുക്കെ നടന്ന് മാറിയിരുന്നില്ലേ, ആ സമയത്ത് തറയിൽ കുഴിച്ചിട്ടിരുന്ന ഈ
കമ്പി കാലുകൊണ്ട് കിണ്ടിയെടുത്തായിരുന്നു കാളി നടന്നു മാറിയിരുന്നത്. ആ വണ്ടിയുടെ അടുത്ത് നിന്നിരുന്ന രവി അടക്കമുള്ളവർ കാളിയെ ഒന്ന് തിരിഞ്ഞു നോക്കിയതും കാളി കാലുകൊണ്ട് തന്നെ ആ കമ്പിയെ വലിക്കുകയാണ്. അങ്ങനെ ബോംബിന്റെ ലോക്കെല്ലാം ഓപ്പൺ ആവുകയും ബോംബ് പെട്ടെന്ന് തന്നെ ഒരുമിച്ച് പൊട്ടിത്തെറിച്ച് എല്ലാവരും അവിടെ വച്ച് തന്നെ മരിക്കുകയും ചെയ്യുന്നു. ഇതിനുശേഷം കാളിയും കുടുംബവും ഒരു ബസ്സിൽ കയറി ആ നാട് വിട്ട് തന്നെ ദൂരേക്ക് പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഈ ബസ് പെട്ടെന്ന് വേറൊരു സ്ഥലത്ത് നിർത്തുമ്പോൾ ആ സ്റ്റോപ്പിൽ നിന്ന് ഈ സിനിമയുടെ തുടക്കത്തിൽ ഒരു സ്ത്രീയും കുട്ടിയുമായി വന്ന് രവിയുടെ വീട്ടിന്റെ നടയിൽ നിന്ന് ബഹളമുണ്ടാക്കിയില്ലേ, ഈ സ്ത്രീയെ കാണാനില്ല എന്ന് പറഞ്ഞല്ലേ ഇത്രയും പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത്. രവിയെയും കണ്ണനെയും വരെ എൻകൗണ്ടർ ചെയ്യാനുള്ള പ്ലാൻ എല്ലാം ആ SP ഇട്ടതും ആ സ്ത്രീയും ആ സ്ത്രീയുടെ കുട്ടിയും ഭർത്താവും ആ ബസ്സിൽ കയറുന്നു. യഥാർത്ഥത്തിൽ ഈ സ്ത്രീ മരിച്ചു പോയതല്ല. ആ വീട്ടിൽ വന്നിട്ട് തിരിച്ചു പോകുന്ന വഴിക്ക് ബോധക്ഷയം വരികയും വഴിയിൽ ബോധം കെട്ട് കിടക്കുന്ന ഈ സ്ത്രീയെയും ആ കുട്ടിയെയും നമ്മുടെ ഹീറോ യാദൃച്ഛികമായി കാണുകയും ഹീറോ തന്നെ ഇവരെ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുകയുമായിരുന്നു. അവരും ഈ വണ്ടിയിൽ കയറി ദൂരെ എവിടെയോ യാത്ര ചെയ്ത് പോകുന്നതായിട്ടാണ് സിനിമയിൽ കാണിക്കുന്നത്. ഈ സിനിമയുടെ പേര് പറയുന്നത് തന്നെ വീരധീര സൂരൻ പാർട്ട് 2 എന്നാണ്. അതായത് ഇതിന്റെ ഫസ്റ്റ് ഇതുവരെ ഇറങ്ങിയിട്ടില്ല. പാർട്ട് ഫസ്റ്റിൽ കാണിക്കാൻ വേണ്ടി കുറച്ച് കാര്യങ്ങൾ ഈ സിനിമയിൽ വിട്ടിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിലീപിനെ കുറിച്ച് പറയുന്നുണ്ട്. ദിലീപ് നമ്മുടെ ഹീറോയുടെ ഉറ്റ സുഹൃത്താണ്. പക്ഷേ ദിലീപ് ആരാണെന്ന് സിനിമയിൽ കാണിക്കുന്നില്ല. ഇത് മാത്രമല്ല, പാർട്ട് ഫസ്റ്റിനെ കുറിച്ചുള്ള പല പോയിന്റുകളും ഈ പാർട്ട് 2 പറയുന്നുണ്ട്. അതിനെക്കുറിച്ചെല്ലാം മറ്റൊരു വീഡിയോ ചെയ്യാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.